Good morning. Good morning. Good morning. Good morning. Good morning. ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. വെക്ടർ ആൾജിബ്ര കംപ്ലീറ്റ് ആയി. ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് പഠിക്കണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ 5ാമത്തെ മൊഡ്യൂൾ തീരും. ചൊവ്വാഴ്ചയാണ് വെക്ടർ ആൾജിബ്രയുടെ പരീക്ഷ. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം ക്ലാസ് കഴിഞ്ഞിട്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും എത്തിയോ? ഇപ്പം എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് എന്നുള്ളത് ആദ്യം സിലബസിന്റെ ചെറിയൊരു ഭാഗം. സിലബസിന്റെ കംപ്ലീറ്റ് ചെറുതല്ല, സിലബസ് നമുക്ക് ഇത്രയാണ് പഠിക്കാനുള്ളത്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഓർഡറും ഡിഗ്രിയും പഠിക്കണം. പിന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സൊല്യൂഷൻ പഠിക്കാനുണ്ട്. അത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെപ്പറബിൾ ഇക്വേഷൻസ്, വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ, എക്സാക്ട് ഇക്വേഷൻ. ഹോമോജീനിയസിന്റെ കേസ് പറയുന്നില്ല, എന്നാലും നമ്മളത് പഠിച്ചു പോകും. വേരിയബിൾ സെപ്പറബിൾ ഫോം, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എക്സാക്ട് ഇക്വേഷൻ, പിന്നെ ഹോമോജീനിയസ് ഇക്വേഷൻ. പിന്നെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ഇക്വേഷൻസ് വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ്. ഹോമോജീനിയസ് കേസ് ഉണ്ട്, നോൺ ഹോമോജീനിയസ് കേസ് ഉണ്ട്. നോൺ ഹോമോജീനിയസ് കേസിൽ സൊല്യൂഷൻ ബൈ അൺഡിറ്റർമിനറ്റ് കോഎഫിഷ്യൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ അൺഡിറ്റർമിനറ്റ് കോഎഫിഷ്യൻസിനേക്കാളും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു 3-4 കേസ് ഉണ്ട്, അതും നമ്മൾ പഠിച്ചു പോകും. ഇത്രയാണ് നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പഠിക്കാനുള്ളത്. ഓക്കെ, കുറച്ചേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഓക്കെ, ഇത്രയും പഠിച്ചാൽ മതി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പൊ തുടങ്ങാലോ. ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും രാത്രി 9 മണിക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇവിടെ ലൈവ് കാണാൻ പറ്റാത്ത ആൾക്കാർ റെക്കോർഡ് കണ്ടിട്ട് വരിക 9 മണിയാകുമ്പോൾ രാത്രി. ഓക്കെ, റൈറ്റ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. അവകലജ സമവാക്യങ്ങൾ. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഹെഡിങ് എഴുതിക്കോളൂ. ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, അവകലജ സമവാക്യങ്ങൾ. എന്താണ് അവകലജ സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഡെറിവേറ്റീവ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതിൽ എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും അല്ലേ? എക്സ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും, y എന്ന് പറയുന്ന ഡിപെൻഡന്റ് വേരിയബിൾ ഉണ്ടാവും. ഓക്കെ, ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ബേസ് ചെയ്തിട്ട് ഡിപെൻഡന്റ് വേരിയബിളിന്റെ ഡെറിവേറ്റീവ്, അവകലജം മലയാളത്തിൽ നമ്മൾ പറയും, നമ്മൾ ഓൾറെഡി പഠിച്ചത് കഴിഞ്ഞിട്ടുള്ളതാണ്. dy ബൈ ഡി എക്സ്, ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. നമ്മൾ അതിന് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതും. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ്. അതിനെ നമ്മൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്ന് എഴുതും അല്ലേ?
എക്സെട്ര എന്ത് ഡെറിവേറ്റീവ് വരെയൊക്കെ നമുക്ക് പോവാം, അത് കഴിഞ്ഞ് പോവാം. എന്നാലും ഇത് nth ഡെറിവേറ്റീവ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഓരോ ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് എടുക്കാം. ഈ ഡെറിവേറ്റീവ്സ്, ഈ ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് dy ബൈ ഡി എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ്, അത് വരുന്ന ഇക്വേഷൻസ്, അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0, ഇതൊരു ഇക്വേഷൻ ആണ് അല്ലെ. ഈക്വൽ സൈൻ ഉള്ളത് എന്തും ഇക്വേഷൻ ആയിട്ട് നമ്മൾ പറയുമല്ലോ. ഈ ഇക്വേഷനിൽ വാരിയബിളിന് എക്സും വൈയും ഒക്കെ വാരിയബിൾസ് ഉണ്ടെങ്കിലും പക്ഷെ എന്തുണ്ട്, ഡെറിവേറ്റീവ് ഉണ്ട്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഉണ്ട് അല്ലെ. ഓക്കെ, അതുപോലെ ഇപ്പോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഈക്വൽ ടു 0, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 അല്ലെ. ഇങ്ങനെ കുറെ ഇക്വേഷൻസ് ഉണ്ടാവുമല്ലോ. ഡി വൈ ബൈ ഡി എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഈ ഡെറിവേറ്റീവ്സും അതിന്റെ പവേഴ്സും ഒക്കെ വരുന്ന ഈ ടൈപ്പ് ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസ് വരുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുക. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ പഠിക്കേണ്ടത്? 3 കാര്യങ്ങളാണ്. ഒന്ന്, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം എന്നുള്ളത് പഠിക്കണം. പിന്നെ അതിന്റെ സൊല്യൂഷൻസ് പഠിക്കണം. സൊല്യൂഷൻസ് പഠിക്കുമ്പോൾ അതിൽ ജനറൽ സൊല്യൂഷൻ ഉണ്ട്, പെർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ട്. പിന്നെ ആ ജനറൽ സൊല്യൂഷൻ ഓരോ കാറ്റഗറി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനുസരിച്ച് മാറും. ഫസ്റ്റ് ഓർഡറിന് ഒരു ടൈപ്പ്, സെക്കൻഡ് ഓർഡറിന് വേറെ ടൈപ്പ്, അങ്ങനെ മാറ്റങ്ങളുണ്ട്. അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. ഓക്കെ, ഓക്കെ. അപ്പൊ എന്താ അതിന്റെ ഡെഫിനിഷൻ എഴുതി വെക്കാം. എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതിനൊരു ഡെഫിനിഷൻ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇതൊക്കെ എഴുതുന്നുണ്ടാവുമല്ലോ അല്ലെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഡെഫിനിഷൻ എഴുതി വെച്ചോളൂ. അവകലജ സമവാക്യം, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്ര ചരത്തെ ആധാരമാക്കിയുള്ള ഇൻഡിപെൻഡന്റ് വാരിയബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ആശ്രിത ചരം ഡിപെൻഡന്റ് വാരിയബിളിന്റെ ഡെറിവേറ്റീവ് ഉൾപ്പെടുന്ന സമവാക്യത്തെയാണ് നമ്മൾ അവകലജ സമവാക്യങ്ങൾ എന്ന് പറയാം. ഓക്കെ, ഇൻഡിപെൻഡന്റ് വാരിയബിളിനെ ബേസ് ചെയ്തിട്ട് ഡിപെൻഡന്റ് വാരിയബിൾസിന്റെ ഡെറിവേറ്റീവ്സ് നമ്മൾ എടുക്കും. ആ ഡെറിവേറ്റീവ്സ് വരുന്ന ഇക്വേഷനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾ ആയിട്ട് ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 2y ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ വൈ എന്ന് എഴുതാം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് 4y ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതാം. ഇതൊക്കെ എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇതിലെ നൊട്ടേഷൻ പല രീതിയിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഡി വൈ ബൈ ഡി എക്സിന് പകരം നിങ്ങൾ ഇങ്ങനെ എഴുതാറുണ്ട്, വൈ ഡാഷ് അല്ലെങ്കിൽ y1 എന്ന് എഴുതാറുണ്ട് അല്ലേ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന് പകരം എന്ത് എഴുതാറുണ്ട്, വൈ ഡബിൾ ഡാഷ് എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ y2 എന്ന് എഴുതാറുണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടാവും കേട്ടോ ഇവിടെ. എക്സാമ്പിൾ ആയിട്ട് വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. വൈ ഡബിൾ ഡാഷ് ഇസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ഇൻഡിപെൻഡന്റ് വാരിയബിൾ എക്സ് ആയിരിക്കുമല്ലോ മിക്കവാറും. നമുക്കിവിടെ ഒരു വാരിയബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, മീൻസ് ഒരു ഇൻഡിപെൻഡന്റ് ഒരു ഡിപെൻഡന്റ് വാരിയബിൾ, അങ്ങനത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷനെ പഠിക്കാനുള്ളൂ. അല്ലാതെ വരുമ്പോൾ അത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് മാറും. അത് നമുക്ക് പഠിക്കാനില്ല. എഴുതിയോ ഇത്രയും? എളുപ്പമാണ് അല്ലേ? ഇതൊന്നും വലിയ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്.
ഇൻഡിപെൻഡന്റ് വേരിയബിളിന് എക്സാമ്പിളോ? ഏതിലാണോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് അതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഇവിടെ എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, ഇത് വൈ ഡിപെൻഡന്റ് വേരിയബിൾ. നമ്മളിങ്ങനെ എഴുതുള്ളൂ ഫംഗ്ഷൻ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് എഴുതില്ലേ. അപ്പോൾ ഇതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എക്സ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, y അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, y ഡിപെൻഡന്റ് വേരിയബിൾ. y ഈക്വൽ ടു സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലേ സൈനിന്റെ വാല്യൂ ഉണ്ടാവുക അല്ലെങ്കിൽ വൈയുടെ വാല്യൂ ഉണ്ടാവുക. എക്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ എക്സ് ഇൻഡിപെൻഡന്റ്. ഏതിലാണ് നമ്മൾ വേരിയബിൾസ് പറയുക, ഏതിലാണ് നമ്മൾ വാല്യൂസ് കൊടുക്കുക, അതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അപ്പോൾ എക്സ് ആണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വൈ ഉള്ളത്. നമ്മൾ ഫംഗ്ഷൻ പഠിക്കുമ്പോൾ ഡൊമൈൻ വേരിയബിൾസ് പറയില്ലേ, അതാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. കോഡൊമൈൻ അല്ലെങ്കിൽ റേഞ്ച് വേരിയബിൾസ് ആണ് ഡിപെൻഡന്റ് വേരിയബിൾ. നമ്മൾ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ അരി പൊടിക്കാൻ വേണ്ടിയിട്ട് മില്ലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അരിപ്പൊടി കിട്ടും. അപ്പോൾ അരിയാണ് ഇൻഡിപെൻഡന്റ്, അരിപ്പൊടിയാണ് ഡിപെൻഡന്റ് വേരിയബിൾ അല്ലേ. നമ്മൾ മുളക് കൊണ്ടുപോയാൽ മുളക് പൊടിയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുക. ആ കൊടുക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുക. ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് നമുക്ക് റിസൾട്ട് കിട്ടും. ആ റിസൾട്ടാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. എഴുതിയല്ലോ. ഇനി നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് ആ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡറും ഡിഗ്രിയുമാണ്. ഓർഡർ ആൻഡ് ഡിഗ്രി. ഓക്കെ, അതാണ് നമ്മൾ ഇനി എഴുതാനായിട്ട് പോകുന്നത്. എഴുതി വെച്ചോളൂ. ഒരു അവകലജ സമവാക്യത്തിന്റെ ക്രമം, ഓർഡർ, ഓർഡർ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു അവകലജ സമവാക്യത്തിന്റെ ക്രമം, ക്രമം കൃതി എന്നാണ് പറയുക, അത് ശ്രദ്ധിച്ചിരിക്കണേ. ക്രമവും കൃതിയും അങ്ങോട്ടും മാറിപ്പോരുത്. ക്രമം എന്ന് വെച്ചാൽ ഓർഡർ, കൃതി എന്ന് വെച്ചാൽ ഡിഗ്രിയാണ്. അപ്പൊ എന്താണ് ക്രമം? ഒരു അവകലജ സമവാക്യത്തിന്റെ ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വരുന്ന ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഓർഡർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. ഇപ്പൊ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എങ്കിൽ അത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി അതിൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഉണ്ട്, അതാണ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എങ്കിൽ അത് തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡി വൈ ബൈ ഡി എക്സ് ആണ് ഏറ്റവും വലിയ ഡെറിവേറ്റീവ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഏത് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഏറ്റവും വലുതായിട്ടുള്ളത്, അതാണ് അതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അവകലജ സമവാക്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സ്വതന്ത്ര ചരത്തെ ആധാരമാക്കിയുള്ള ആശ്രിത ചരത്തിന്റെ ഏറ്റവും ഉയർന്ന അവകലജത്തിന്റെ ക്രമത്തെയാണ് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിപെൻഡന്റ് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഈസ് കോൾഡ് ദ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഓർഡർ എന്ന് പറഞ്ഞാൽ അതാണ്. എന്താണ്? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ ഓർഡർ. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഇവിടെ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. ഇതിന്റെ ഓർഡർ എന്താ? ഓർഡർ ഇസ് 3. കാരണം ഇത് തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. ഏറ്റവും വലിയ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് ഉണ്ട് അല്ലെ. തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് അതിലെ വലുത്. അതുകൊണ്ട് ഇതിന്റെ ഓർഡർ 3. ഇതിന്റെ ഓർഡർ 3. ഫസ്റ്റ് സ്ലൈഡ് ഒന്നുമല്ല, 15 മിനിറ്റ് ആയുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. ഇത് 5ാമത്തെ സ്ലൈഡ്. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത്. ഒരു എക്സാമ്പിൾ പറയാം. രണ്ടാമത്തെ എക്സാമ്പിൾ, y ഡബിൾ ഡാഷ് മൈനസ്
വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇതിൻ്റെ ഓർഡർ എന്താ? ഓർഡർ ഇസ് 2 അല്ലേ? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് വൈ ഡബിൾ ഡാഷ് ആണ് വരുന്നത്. അപ്പോൾ ഓർഡർ അവിടെ 2 ആണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഓർഡറിന് വേറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നേരെ നോക്കുക, അതിന് ഏറ്റവും ഹയസ്റ്റ് ഡെറിവേറ്റീവ് എവിടെയാണോ വരുന്നത് അത് തന്നെ അതിൻ്റെ ഓർഡർ ആയിട്ട് പറയുക. ഓക്കെ, വേറെ ഒന്നും തന്നെ നമുക്ക് അതിനകത്ത് ചിന്തിക്കാനൊന്നുമില്ല. മൂന്നാമത്തെ ചോദ്യം, സൈൻ ഓഫ് വൈ ട്രിപ്പിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് ഈക്വൽ ടു 0. ഇതിൻ്റെ ഓർഡർ 3 ആണ്. ഇതിൻ്റെ ഓർഡറും 3 ആണ് അല്ലേ? ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഡെറിവേറ്റീവ് എവിടെ വേണേലും വന്നോട്ടെ, അതിൻ്റെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഏതാന്ന് നോക്കുക, അതിൻ്റെ ഡിഗ്രി അതിൻ്റെ ഓർഡർ അതാണ് ആ ഓർഡർ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതിനകത്ത് വേറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറയാം അതിൻ്റെ ഓർഡർ എന്താണെന്ന്. ഓക്കെ, എഴുതിയോ? അങ്ങനെയാണെങ്കിൽ ഓർഡർ നമ്മൾ പഠിച്ചു. ദെൻ ഇനി നമുക്ക് കൂടെയാണല്ലോ വരെ പോകുന്നത്. നെക്സ്റ്റ് പഠിക്കേണ്ടത് കൃതി. കൃതി എന്ന് വെച്ചാൽ ഡിഗ്രി, ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി, അവകലജ സമവാക്യത്തിന്റെ കൃതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതൊരു പോളിനോമിയൽ ഫോർമാറ്റിലാണെങ്കിൽ, ബഹുപദ രൂപത്തിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ എന്താണോ അതാണ് അതിൻ്റെ ഡിഗ്രി. The degree is the degree of the highest order derivative existing in a differential equation if it is given in a polynomial form. ഒരു പോളിനോമിയൽ ഫോർമാറ്റിലാണ് നമുക്ക് തരുന്നതെങ്കിൽ. ഓക്കെ, ഇനി ഒരു പ്രത്യേകതയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമുക്ക് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി കണ്ടുപിടിക്കാൻ പറ്റണം എന്നില്ല. ചില സ്പെഷ്യൽ കേസുകളിലൊന്നും വൈ ഡബിൾ ഡാഷ് സ്ക്വയർ വന്നാലും അതെ അതെ ഇതിൻ്റെ അല്ലേ, ഇതിൻ്റെയൊക്കെ സ്ക്വയർ വന്നാലും ഓർഡറിന് മാറ്റമൊന്നുമില്ല, ഓർഡർ 2 തന്നെയാണ് കേട്ടോ. ഓർഡറിൽ മാറ്റമൊന്നുമില്ല, ഓർഡർ 2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പോളിനോമിയൽ ഫോർമാറ്റിലാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തരുന്നത് എങ്കിൽ അതിൻ്റെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് നിങ്ങൾ നോക്കുക, അതിൻ്റെ ഡിഗ്രിയാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ മൊത്തത്തിലുള്ള ഡിഗ്രി എന്ന് പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഒരു പോളിനോമിയൽ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ആ പോളിനോമിയൽ ഫോർമാറ്റിലെ എല്ലാ ടേമുകളുടെയും പവർ ഡിഗ്രി ഇൻഡിജേഴ്സ് ആയിരിക്കും. അങ്ങനെ ഇൻഡിജേഴ്സ് ആക്കിയിട്ട് വേണം, പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അത് ചെയ്യാൻ. അങ്ങനെ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആക്കിയതിന് ശേഷം മാത്രമേ ഡിഗ്രി പറയാവൂ. ഓർഡർ നിങ്ങൾക്ക് അല്ലാതെ തന്നെ പറയാം, സിംപ്ലിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല, ഓർഡർ ഡയറക്റ്റ് ആയിട്ട് പറയാം. പക്ഷെ ഡിഗ്രി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്, അതിൻ്റെ ഡിഗ്രി ആണ് നമ്മൾ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് പറയുന്നത്. പക്ഷെ അതിലുള്ള എല്ലാ ടേമുകളുടെയും പവർ ഡിഗ്രി എന്തായിരിക്കണം, ഇൻഡിജേഴ്സ്, പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് പറയാൻ പറ്റൂ, ഡിഗ്രി പറയാൻ പറ്റൂ. ഇനി അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇത് എന്താ വെച്ചാൽ എത്രാമത്തെ സ്ലൈഡ് ആണെന്നോ, സ്ലൈഡ് 6. അപ്പൊ ഇതിൽ ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. ഒന്നാമത്തെ എക്സാമ്പിൾ, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് മൈനസ് വൈ ഈക്വൽ ടു 0. ഇതിന്റെ ഡിഗ്രി എത്രയാണ്? ഡിഗ്രി ഈസ് 2.
കാരണം ഇതിന്റെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. അതിന്റെ പവറാണ് നമ്മൾ ഡിഗ്രി ആയിട്ട് എടുക്കേണ്ടത്. വേറെ ഇവിടെ ക്യൂബ് ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് പറയില്ല. നമ്മൾ പറയേണ്ടത് ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ. ഓക്കെ, യെസ്, ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന്റെ പവർ ആണ് നമ്മൾ ഡിഗ്രി ആയിട്ട് എടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഒന്നും കൂടെ ഒരു എക്സാമ്പിളും കൂടെ. y double dash the whole cube minus y dash the whole raised to 4 equal to y double dash. ഇതിന്റെ ഡിഗ്രി പറയൂ. y double dash the whole cube minus y dash the whole raised to 4 minus equal to y double dash. 3 ആണ് അല്ലേ? ഒബ്വിയസ്ലി ഇതിന്റെ ഓർഡർ 3 ആണ്. ഡിഗ്രി 3 ആണ്. ഡിഗ്രി 3 ആണ്. ഇതിന്റെ ഓർഡറും കൂടെ പറഞ്ഞോളൂ. ഓർഡർ എന്തായിരിക്കും? ഫസ്റ്റ് വണ്ണിന്റെ ഓർഡർ 2 ആണ്, ഇവിടെയും ഓർഡർ 2 ആണ് അല്ലേ? രണ്ട് സ്ഥലത്തും ഓർഡർ 2 ആണ്. ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇപ്പൊ dy by dx all raised to 3/2 is equal to d square y by dx square whole square. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ഡിഗ്രി എന്താ? ഇതിന്റെ ഡിഗ്രി എന്താ? ഇതിന്റെ ഡിഗ്രി എത്രയാ? ചാടി കയറി 2 എന്ന് പറയരുത്. കാരണം എന്താ? ചാടി കയറി ഇവിടെ 2 എന്ന് പറയരുത്. കാരണം ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അതിന്റെ പവർ 2 ആണ്. അതുകൊണ്ട് ഡിഗ്രി 2 ആവണം എന്ന് നിർബന്ധമില്ല. എന്ത് നിങ്ങൾ നോക്കണം, എല്ലാ ഡെറിവേറ്റീവ്സിന്റെയും ഡിഫറൻഷ്യൽ കോഎഫിഷ്യൻസിന്റെ ഒക്കെ ഡിഗ്രി അല്ലെങ്കിൽ പവേഴ്സ് ഇൻഡിജേഴ്സ് ആണോ നോക്കണം അല്ലെ? ഇവിടെ എന്തല്ല, ഡി വൈ ബൈ ഡി എക്സിന്റെ പവർ ഇൻഡിജർ അല്ല, അത് 3/2 ആണ്. അത് ഇൻഡിജർ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതിന്റെ ഡിഗ്രി പറയാവൂ. അത് ഇൻഡിജർ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കേണ്ടി വരും അല്ലെ? പോളിനോമിയൽ ഫോർമാറ്റിലല്ല ഉള്ളത്. അപ്പൊ ഇത് പോളിനോമിയൽ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഓക്കെ, നോട്ട് ഡിഫൈൻഡ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. പോളിനോമിയൽ ഫോർമാറ്റിലേക്ക് ഇതിനെ മാറ്റണം. അതായത് ഡിഗ്രി എന്താവണം? ഇൻഡിജർ ആവണം. എല്ലാ ടേമിന്റെ ഡിഗ്രി ഇൻഡിജർ ആവണം. അങ്ങനെ ഇൻഡിജർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? രണ്ട് സൈഡിലും സ്ക്വയർ എടുക്കും. രണ്ട് സൈഡിലും സ്ക്വയർ എടുത്താൽ എന്താ കിട്ടുക നോക്കി നോക്കൂ. dy by dx ഞാൻ ആ സ്റ്റെപ്പ് കൂടെ എഴുതാം. whole raised to 3/2 the whole square. That is equal to d square y by dx square the whole square whole raised to 2. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഇത് 4 ആയിട്ട് മാറും ചെയ്യും. അങ്ങനെയാണ് ഇത് dy by dx the whole cube equal to d square y by dx square the whole raised to 4 എന്ന് കിട്ടുന്നത്. അപ്പൊ എന്തായി? ഡിഗ്രി 4 ആയി. ഡിഗ്രി ഈസ് 4. കിട്ടിയോ? ഇല്ല, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് അല്ല. ഡിഗ്രി നമുക്ക് ഡിഫൈൻ ചെയ്യാം, കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ പ്രസന്റിൽ ഇങ്ങനെ ഇട്ടിട്ട് ഡിഗ്രി ചെയ്യരുത്. ഇങ്ങനെ നേരിട്ട് ഡിഗ്രി എഴുതരുത്. ഡിഗ്രി നമുക്ക് എന്ത് ഫോർമാറ്റിലേക്ക് മാറ്റാം? പോളിനോമിയൽ ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് ഡിഗ്രി പറയാം. ഓക്കെ, ഇനി താഴെ വീണ്ടും എക്സാമ്പിൾസ് ഉണ്ട്, നോക്കൂ. ഇതിൻ്റെ ഒക്കെ ഡിഗ്രിയാണ് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. ഡിഗ്രിയിലാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഓർഡറിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല, നേരിട്ട് കാണുമ്പോൾ തന്നെ ഓർഡർ നമുക്ക് പറയാം. ഡിഗ്രി പറഞ്ഞോളൂ, ഇതൊക്കെ പെട്ടെന്ന് പറയാലോ. ഡിഗ്രി എന്താ വരിക? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ്. അതിന്റെ ഡിഗ്രി, അതിന്റെ പവർ 1 ആണ് അല്ലെ? അപ്പൊ ഡിഗ്രി ഈസ് 1. ഓക്കെ, യെസ്. അഞ്ചാമത്തെ ഡിഗ്രി is d square y by dx square the whole cube minus d cube y by dx cube minus 3y. Degree is again 1. കാരണം ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഈ കാണുന്നതാണ്. ഇവിടുത്തെ ഇതായിരുന്നു. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ, ആറാമത്തത് d square y by dx square minus cos of
dy by dx equal to 0. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് എഴുതും. കാരണം ഇവിടെ നമ്മുടെ ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഒരു ഫംഗ്ഷന്റെ അകത്ത് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ കോസിന്റെ അകത്ത്, സൈനിന്റെ അകത്ത്, ലോഗിന്റെ അകത്ത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അതിന്റെ ഡിഗ്രി പറയാൻ പറ്റില്ല. പോളിനോമിയൽ ഫോർമാറ്റിലേക്ക് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. കിട്ടിയോ? അപ്പൊ അത് ഇതിന്റെ ഡിഗ്രി പറയാൻ നമുക്ക് പറ്റില്ല. ഈ കേസിൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയാ. ഓക്കെ, ഈ കേസിൽ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയാ. പക്ഷെ ഓർഡർ നമുക്ക് ഇവിടെ പറയാം. ഇതിൽ ഓർഡർ പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. എന്താണ് ഓർഡർ വരിക? ഓർഡർ ഏതാണ്? ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്, പക്ഷെ ഓർഡർ 2 ആണ് അല്ലെ? ഇതിലെ ഓർഡർ 3 ആണ്, ഇവിടെ ഓർഡർ 2 ആണ്. ഡിഗ്രി ആണ് പറയാൻ പറ്റാത്തത്, ഓർഡർ പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ കൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഭാഗമാണ്. പറഞ്ഞോളൂ. Sine of d square y by dx square equal to y. ഇതിന്റെ ഡിഗ്രി എന്താണ്? ഇതിന്റെ ഡിഗ്രി എന്താണ്? ഡിഗ്രി ആണ് കേട്ടോ. Sine of d square y by dx square equal to y എന്ന് പറയുന്ന ഈ ഫംഗ്ഷന്റെ ഡിഗ്രി എന്താണ്? സൈനിന്റെ അകത്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാൻ തോന്നും. പക്ഷെ ഇതിനെ നിങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റിൽ നിന്നും റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആദ്യം നോക്കുക. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെറിവേറ്റീവ്, ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഒരു ഫംഗ്ഷന്റെയും അകത്തല്ലാണ്ട് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഡിഗ്രി കണ്ടുപിടിക്കാം. ഡിഗ്രി ഇപ്പൊ പ്രസന്റ്ലി ഡയറക്റ്റ് പറയാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സൈനിനെ പുറത്തേക്ക് കൊണ്ടുവരാം. എന്താക്കി മാറ്റാം? ഇത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് ഡിഫൈൻഡ്, ഇത് ഡിഫൈൻഡ് ആണെങ്കിൽ, അത് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റൂ. കണ്ടീഷൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഡിഫൈൻഡ് ആണെന്ന് വിചാരിക്കാം. അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ ഡിഗ്രി എന്ത് വരും? ഡിഗ്രി ഈസ് 1. ഡിഗ്രി ഈസ് 1. അപ്പൊ നമ്മൾ റിമൂവ് ചെയ്തു. ഒരു ഡെറിവേറ്റീവും എന്തിന്റെ അകത്ത് വരുന്നില്ല? സൈനിന്റെയും കോസിന്റെയും ലോഗിന്റെയും ഒന്നും അകത്ത് വരുന്നില്ല. ഡെറിവേറ്റീവ് ഒന്നും വരുന്നില്ലല്ലോ. സൈൻ ഇൻവേഴ്സ് വൈ, സൈൻ വൈ ഒക്കെ വരുന്ന പോലെ തന്നെ ഒരു ഫംഗ്ഷൻ ആണ്. അതിനകത്ത് ഡെറിവേറ്റീവ് ഇല്ല. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിനെ ഡിഗ്രി പറയാം. ഓക്കെ, വേറെ ഇതേപോലെ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൈ. ഇതിന്റെ ഡിഗ്രി എന്താണ്? ഇ റേസ് ടു ഡി വൈ ബൈ ഡി എക്സ്. അപ്പൊ സൈനിന്റെ അകത്ത് വരിക എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇയുടെ പവർ ആയിട്ടാണ് ഡി വൈ ബൈ ഡി എക്സ് വന്നിട്ടുള്ളത് അല്ലെ? സൈനിന്റെ അകത്ത്, കോസിന്റെ അകത്തൊക്കെ വരിക എന്നുള്ള പോലെ തന്നെ ഇയുടെ പവർ ആയിട്ട്, ഇയുടെ അകത്താണ് ഡെറിവേറ്റീവ് വന്നിട്ടുള്ളത്. അപ്പൊ ഡയറക്ട്ലി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മോഡിഫൈ ചെയ്യാം. ഇതിനെ കളയാൻ വിടുന്നു. എന്ത് ചെയ്താൽ മതി? രണ്ട് സൈഡിലും ലോഗ് എടുത്താൽ മതി. അപ്പൊ ലോഗ് എടുക്കുമ്പോൾ ഇവിടെ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ലോഗ് വൈ എന്ന് കിട്ടും. അപ്പൊ ഡിഗ്രി എന്തായി? 1 ആയി അല്ലെ? ഡിഗ്രി ഈസ് 1. അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത് റിമൂവ് ചെയ്തിട്ട് ചെയ്യാം. ചിലതൊന്നും റിമൂവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഒരു 6ാമത്തെ കേസ്, ഇതിപ്പോ നമ്മൾ ഈ കോസിനെ പുറത്തേക്ക് എടുത്തിട്ട് കോസിന്റെ അകത്ത് നിന്ന് ഡി വൈ ബൈ ഡി എക്സ് മാറ്റാൻ വേണ്ടി കോസ് ഇൻവേഴ്സ് എടുത്താൽ കോസ് ഇൻവേഴ്സിന്റെ അകത്ത് എന്ത് വരും? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ വരും. അപ്പോൾ വലത്ത് സൈഡിലുള്ളത് ഇടത്ത് സൈഡിലേക്ക് പോകുന്നു മാത്രം അല്ലെ? അല്ലാണ്ട് അവിടെ ആ ഡെറിവേറ്റീവ് ഫംഗ്ഷന്റെ അകത്തുനിന്ന് പോകുന്നില്ല. ഡെറിവേറ്റീവ് ഫംഗ്ഷന്റെ അകത്തുനിന്ന് പോകുന്നില്ല. അതുകൊണ്ട് അവിടെ ഡിഗ്രി ഒരു കാരണവശാലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. മറ്റേ രണ്ട് കേസും അങ്ങനെയല്ല. അപ്പുറത്തെ ഇപ്പുറത്തേക്ക് സൈഡിലൊക്കെ മാറ്റുമ്പോഴും അല്ലെങ്കിൽ ലോഗ് എടുക്കുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് എന്ത് കളയാൻ പറ്റുന്നുണ്ട്? ഫംഗ്ഷന്റെ അകത്തു നിന്നും ആ ഡെറിവേറ്റീവ്, ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റിനെ മാറ്റാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മാറ്റാൻ പറ്റുമെങ്കിൽ അവിടെ എന്തുണ്ട്? ഡിഗ്രി ഉണ്ട്. മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഡിഗ്രി ഇല്ല. ഓക്കെ, പിടികിട്ടിയോ? ഡിഗ്രിയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യാം.
ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടി ഉണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു അവകലജ സമവാക്യത്തിന്റെ ക്രമവും കൃതിയും എപ്പോഴും ഒരു പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. അതിപൂർണ സംഖ്യ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻഡിജർ ആയിരിക്കും കേട്ടോ. പോസിറ്റീവ് ഇൻഡിജർ. ഡിഗ്രിയും ഓർഡറും ഡിഗ്രിയും എപ്പോഴും ഒരു പോസിറ്റീവ് പൂർണ്ണസംഖ്യ ആയിരിക്കും. ഇതൊക്കെ നമ്മുടെ CRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള എക്സാമ്പിളാണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത്. 9ാമത്തെ എക്സാമ്പിൾ നോക്കൂ. ഇതിന്റെ ഓർഡറും ഡിഗ്രിയും പറഞ്ഞോളൂ. ഓർഡർ, ഡിഗ്രി. ഓർഡർ ആൻഡ് ഡിഗ്രി. ഓർഡർ ഇസ് 3 ആൻഡ് ഡിഗ്രി ഇസ് 1 അല്ലേ? ഓർഡർ 3 ആണ്, ഡിഗ്രി 1 ആണ്. 10ാമത്തെ ഓർഡർ, ഡിഗ്രി. ഓർഡർ ഇസ് 1, ഡിഗ്രി ഇസ് 2. 10ാമത്തെ കേസിൽ ഓർഡർ 1, ഡിഗ്രി 2 അല്ലേ? 11ാമത്തെ കേസിലോ 11 ഓർഡർ 1, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് അല്ലേ? ഓർഡർ 1, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ഓർഡർ 1 ആണ്, പക്ഷെ ഡിഗ്രി ഡിഫൈൻഡ് അല്ല. യെസ്, ഓർഡർ 1, ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ? യെസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഓർഡർ ആൻഡ് ഡിഗ്രി. ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ CRT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യമാണ് കേട്ടോ. 2x² d² y/dx² minus 3 into dy by dx plus y equal to 0 എന്ന അവകലജ സമവാക്യത്തിന്റെ ക്രമം. ഈ ക്രമം കൃതി കാണുമ്പോൾ തെറ്റിപ്പോവരുത് അങ്ങോട്ട് വിടും. ക്രമം മീൻസ് ഓർഡർ അല്ലേ? യെസ്, ഓർഡർ ആണ്. ഓർഡർ ഇസ് 2. ഓർഡർ ആണ്, ക്രമം അത് 2 ആണ്. ഡിഗ്രി എന്താ ഇവിടെ? ഡിഗ്രി ഈസ് 1 അല്ലേ? ഡിഗ്രി ഈസ് 1. ഓക്കെ, ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനെ ചോദിക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, d² y/dx² the whole cube plus dy by dx the whole square plus sine of dy by dx plus 1 equal to 0 എന്ന അവകലജ സമവാക്യത്തിന്റെ കൃതി. കൃതി എന്ന് വെച്ചാൽ ഡിഗ്രി. ഇതൊരു കാരണവശാലും സൈനിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിന്റെ ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ഡിഗ്രി ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം ഇവിടെ സൈനിന്റെ അകത്താണ് ഈ ഒരു എക്സ്പ്രഷൻ ഉള്ളത് അല്ലെ? അപ്പൊ നോട്ട് ഡിഫൈൻഡ്. ഡിഗ്രി നിർവചിച്ചിട്ടില്ല എന്ന് എഴുതാം. ഡിഗ്രി നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അടുത്ത നോക്കൂ. മൂന്നാമത്തെ ചോദ്യം, d³ y/dx³ plus d² y/dx² the whole cube minus xy equal to 2 എന്ന അവകലജ സമവാക്യത്തിന്റെ ക്രമവും കൃതിയും യഥാക്രമം എത്രയാണ്? ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ രണ്ടും കൂടെ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തരാനുള്ള സാധ്യതയുണ്ട്. ഓർഡറും ഡിഗ്രിയും ഓർഡറും അങ്ങോട്ടൊക്കെ മാറി മാറി വരും. അപ്പൊ അത് നിങ്ങൾ നോക്കി വൃത്തിയായിട്ട് വേണം എഴുതാൻ. ഓക്കെ, ക്രമവും കൃതിയും ആണ് ചോദിച്ചിട്ടുള്ളത്. ക്രമം ഓർഡർ ആണ്, കൃതി ഡിഗ്രി ആണ് അല്ലെ? ഓർഡർ ആൻഡ് ഡിഗ്രി. ഓക്കെ, ഇപ്പൊ ഇവിടെ ഓർഡർ തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് 3. ഡിഗ്രി അതിന്റെ പവർ 1. ഓപ്ഷൻ എ ആണ് ആൻസർ. അങ്ങോട്ടും കൂടെ മാറിപ്പോരുത്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. PSC പരീക്ഷകളുടെ മാത്രം ഒരു പ്രത്യേകതയാണത്. ഒരേ സാധനം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചൊക്കെ ചോദിക്കും. തെറ്റിപ്പോരുത്. സാധാരണ നമ്മൾ ഓർഡർ ഡിഗ്രി എന്ന് പഠിച്ചിട്ട് തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ മാറിപ്പോകും. ചിലപ്പോൾ മാറിയ ഓപ്ഷൻ ആണ് തന്നെയായിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക.
അടുത്ത് നോക്കൂ, നാലാമത്തെ ചോദ്യം. 1 plus dy by dx square whole raised to 3/4 is equal to d square y by dx square whole raised to 1/3 എന്ന അവകലജ സമവാക്യത്തിന്റെ കൃതിയും ക്രമവും ഡിഗ്രിയും ഓർഡറും ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇൻഡിജർ അല്ല, പവേഴ്സ്. അപ്പൊ പവേഴ്സിനെ നിങ്ങൾക്ക് ഇൻഡിജർ ആക്കി മാറ്റണം ആദ്യം, അല്ലേ? അങ്ങനെ മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിന്റെ ഓർഡർ നമുക്ക് ഓൾറെഡി അറിയാം, ഡിഗ്രി എടുക്കാൻ. എങ്ങനെ ചെയ്യാം? 3/4 1/3 ആണ് മാറ്റേണ്ടത്, അല്ലെ? 1 plus dy by dx the whole square whole raised to 3/4 is equal to d square y by dx square whole raised to 1/3. ഇവിടുത്തെ 4ഉം പോണം, ഇവിടുത്തെ 3ഉം പോണം. അപ്പൊ ഒന്നിച്ച് 4 into 3 12 കൊണ്ട് 12 പവർ എടുക്കുക, അല്ലെ? നമ്മൾ സ്ക്വയർ പറയുന്ന പോലെ 12th പവർ എടുക്കുക അതിന്. അപ്പോൾ 1 plus dy by dx the whole square whole raised to 3/4 whole raised to 12 is equal to d square y by dx square whole raised to 1/3 whole raised to 12. ഇവിടെ 4ഉം ഇതും കട്ട് ചെയ്താൽ ഇത് 3 വരും. ഈ 3ഉം 12ഉം കട്ട് ചെയ്താൽ ഇത് 4ഉം വരും. 1 plus dy by dx the whole square whole raised to 9 is equal to d square y by dx square whole raised to 4 എന്ന് വരും, അല്ലേ? അപ്പൊ നോക്കൂ, ഓർഡർ 2 ഡിഗ്രി 4, അല്ലേ? ഓർഡർ 2 ഡിഗ്രി 4. ഇവിടെ ആദ്യം ഡിഗ്രിയാ ചോദിച്ചിട്ടുള്ളത്, അപ്പൊ ഡിഗ്രി 4 മാറിപ്പോരുതേ, 2/4 അല്ല 4/2, അല്ലെ? ആദ്യം കൃതിയും പിന്നെ ക്രമവുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഡിഗ്രി 4 ഓർഡർ 2 മാറുന്ന കണ്ടില്ലേ? നമ്മൾ 2/4 എന്ന് എഴുതും, പക്ഷെ ആൻസർ 4/2 ആണ്. ഓക്കെ, ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കണു. കിട്ടിയിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ രണ്ട് സ്ഥലത്തും നമ്മൾ ഹോൾ റേസ് ടു 12 എടുത്തു. ഇവിടെ 4 എടുക്കുക, പിന്നെ ഇവിടെ 3 എടുക്കുക. അതിനൊന്നിച്ച് നമുക്ക് എന്തെടുത്താൽ മതി? LCM എടുത്ത് 4 3ന്റെ LCM 12 എടുത്താൽ മതി ഒന്നിച്ച്. അപ്പൊ 12th പവർ എടുത്തു, സിംപ്ലിഫൈ ചെയ്തു, ബാക്കി എഴുതി. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. y equal to px plus cube root of a square p square plus b square where p is equal to dy by dx എന്ന അവകലജ സമവാക്യത്തിന്റെ കൃതിയും ക്രമവും യഥാക്രമം എത്രയാണ്? ഇവിടെ p എന്ന് പറയുന്നത് dy by dx ആണ്. അപ്പൊ നമുക്ക് ആ dy by dx വെച്ചിട്ട് എക്സ്പ്രഷൻ ഒന്ന് എഴുതാം, എന്നിട്ട് നോക്കിയിട്ട് എഴുതിയാൽ മതി നിങ്ങൾ. y equal to x into dy by dx, p ആണ് dy by dx, plus cube root of a square dy by dx the whole square plus b square. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഈ ക്യൂബ് റൂട്ട് അവിടെ നിന്ന് മാറ്റേണ്ടി വരും, എന്നാലേ നമുക്കിത് ഡിഗ്രി പറയാൻ പറ്റൂ. ഓർഡർ ഇപ്പൊ ഓക്കെയാണ്. ഓർഡർ എത്രയാ? ഓർഡർ എത്രയാ? 1 ആണ്, അല്ലെ? അപ്പൊ ക്രമം 1 ആയിട്ടുള്ള ഓപ്ഷൻസ് 2 ഉണ്ട്. ക്രമം രണ്ടാമതാണ് തന്നിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ സി ഉണ്ട്, ക്രമം 1 ആയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും? ക്യൂബ് എടുക്കേണ്ടി വരും, അല്ലെ? അപ്പൊ രണ്ട് സൈഡിലും ക്യൂബ് എടുക്കുന്നതിന് പകരം, ഇപ്പൊ രണ്ട് സൈഡിലും ക്യൂബ് എടുത്താൽ ഇവിടെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, എന്നിട്ട് ക്യൂബ് എടുക്കാം. ഓക്കെ, y minus x dy by dx the whole cube equal to, ഇവിടെ ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ ആ റൂട്ട് പോകും, a square dy by dx the whole square plus b square എന്ന് വരും, അല്ലെ? ഓർഡറും ഡിഗ്രിയും പറഞ്ഞോളൂ. ഓർഡർ
is 1, degree is 3. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹോൾ ക്യൂബ് വരും അല്ലേ? ഇവിടെ സ്ക്വയറേ ഉള്ളൂ, അത് കട്ട് ചെയ്ത് കളയാനുള്ള സാധനം ഇല്ല, അപ്പോൾ ഹോൾ ക്യൂബ് അവിടെ ഉണ്ടാവും എന്തായാലും. ഓക്കെ, അപ്പോൾ ഡിഗ്രി 3 ഓർഡർ 1. കൃതിയാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. ഡിഗ്രി 3 ഓർഡർ 1, ഓപ്ഷൻ എ. ഡിഗ്രി 3 ഓർഡർ 1. ബുദ്ധിമുട്ടില്ലല്ലോ? എളുപ്പമല്ലേ? ഒന്നും വലിയ പ്രയാസമുള്ള കാര്യങ്ങളല്ല. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അടുത്തത് ആറാമത്തെ ചോദ്യം. ഇവിടെ കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് വരാം നമുക്ക്. റൂട്ട് ഓഫ് y പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ റേസ് ടു 3/2. ശ്രദ്ധിക്കണം, തെറ്റരുത്. ഓർഡറും ഡിഗ്രിയുമാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല, എങ്ങനെ സ്ക്വയർ എടുക്കാം രണ്ട് സൈഡിലും? കുഴപ്പമൊന്നുമില്ല, സ്ക്വയർ എടുക്കേണ്ടി വരും എന്തായാലും. അപ്പോൾ y പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഇവിടെ സ്ക്വയർ എടുക്കുമ്പോൾ എക്സ് പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ഹോൾ റേസ് ടു 3/2 ദ ഹോൾ സ്ക്വയർ എന്നാ വരിക അല്ലേ? ഓക്കെ, ഇത് ശരിയായി. പക്ഷെ ഇവിടെ ശരിയായിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യണം? ഇത് എക്സ്പാൻഡ് ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഹോൾ ക്യൂബ് എന്ന് വരും. പ്ലസ് എന്തുണ്ടാവും? ഒരു 2x ഡി വൈ ബൈ ഡി എക്സ് ഹോൾ റേസ് ടു 3/2 കാണും അല്ലേ? അങ്ങനെ വരില്ലേ? അപ്പൊ ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ സാധനത്തിൽ മാത്രമാണ് ഇപ്പൊ സേർച്ച് എലമെന്റ്സ് ഇൻഡിജർ അല്ലാത്തത് വരുന്നുള്ളൂ അല്ലെ? ഇതിനൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ y പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു 2x dy by dx whole raised to 3/2 അല്ലേ? ഇങ്ങനെ വരില്ലേ? പല കേസുകളിലും നമുക്ക് ചില സമയത്ത് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ മാറും, സ്വാഭാവികമാണ്. ഇനി എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ സ്ക്വയർ എടുക്കേണ്ടി വരും അല്ലെ? എന്നാലേ 3/2 പോവുള്ളൂ. സ്ക്വയർ എടുത്തോളൂ. സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക നോക്കി നോക്കൂ. y പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ minus x square minus dy by dx the whole cube the whole square is equal to 4x square dy by dx the whole cube. Okay, ഇനി പറയൂ. ഓർഡർ 2 ഡിഗ്രി, ഓർഡർ 2 ഡിഗ്രി, order 2 degree, അല്ലേ? ഓർഡറും 2 ആണ്, ഡിഗ്രിയും 2 ആണ്. ഓപ്ഷൻ ഇസ് എ. ഇതാണ് ആൻസർ. ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഈ സൈഡിൽ കാണുന്ന നമ്മുടെ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ അതിനകത്ത് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടാവും. അത് ക്യാൻസൽ ചെയ്ത് പോകാൻ ഇപ്പുറത്ത് വേറെ ടേമുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് തന്നെയാണ് അതിന്റെ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്. അതിന്റെ പവർ 2. ഇപ്പൊ ഡിഗ്രിയും 2, ഓർഡറും 2, ഡിഗ്രിയും 2. ഓക്കെ,
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാറിപ്പോകണ്ട, വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. ഓർഡറും ഡിഗ്രിയും കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചോളൂ. എന്തായാലും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം സ്ഥിരമായിട്ട് PSCയിൽ ചോദിക്കുന്നതാണ് ഓർഡറും ഡിഗ്രിയൊക്കെ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ. ജനറൽ എക്സാം മീൻസ് ഇങ്ങനത്തെ എക്സാമുകൾക്ക് HSA മാത്രമല്ലാതെ മറ്റ് എക്സാമുകൾക്കും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഹെഡിങ് എഴുതുക, പൊതുപരിഹാരങ്ങളും പ്രത്യേക പരിഹാരങ്ങളും. ജനറൽ സൊല്യൂഷൻസ് ആൻഡ് particular solutions. General solutions and particular solutions. General solutions ഉം particular solutions ഉം. എന്താണ് solution of a differential equation എന്ന് പറഞ്ഞാൽ? എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക, അല്ലെങ്കിൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കിട്ടുന്ന ഫംഗ്ഷൻ, അതിനെ നമ്മൾ എന്ത് പറയും? സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയും. അതായത് ഒരു dy/dx = എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ, ആ എക്സ്പ്രഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, y = sin x, y = a sin x എന്ന് വിചാരിച്ചു. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാൻ ഞാനിവിടെ dy/dx = a cos x. വീണ്ടും a ഉണ്ട്, കളയാൻ ബുദ്ധിമുട്ടാണ്. dy/dx ഓക്കെ, a കളയാൻ എന്ത് ചെയ്യണം നമ്മൾ? ഓക്കെ, കാര്യം ചെയ്തു. ഞാനിവിടെ എങ്ങനെ എഴുതാം, ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. d²y/dx² is equal to -a sin x അല്ലേ? നാലും പറ്റില്ല, നാലും പ്രയാസമാണ്. ഓക്കെ, രണ്ടും. വേറെ എക്സാമ്പിൾ പറയാം, ഇത് സിമ്പിളായിട്ടുള്ള പറയാം. കുറച്ചും കൂടെ ആ ഫോർമേഷനൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് ആ ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ വരുള്ളൂ. റൈറ്റ്, y = a sin x plus b cos x. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ എടുത്തു. ഇതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. y' എന്ന് പറഞ്ഞാൽ a cos x minus b sin x. y" എന്ന് പറയുമ്പോൾ -a sin x minus b cos x. മൈനസ് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്താൽ a sin x പ്ലസ് b cos x എന്ന് വരും അല്ലേ? ഇത് മൈനസ് y എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ y" പ്ലസ് y = 0. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഇവിടെയാണ്, ഞാനിത് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. y" പ്ലസ് y = 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ജനറൽ സൊല്യൂഷൻ ആണ് ഈ y = a sin x പ്ലസ് b cos x. ജനറൽ സൊല്യൂഷൻ ആണ് a sin x പ്ലസ് b cos x. അതായത് ഈ y" പ്ലസ് y = 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് y = a sin x പ്ലസ് b cos x. ആ ഫംഗ്ഷനിൽ y = എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫംഗ്ഷനിൽ നമുക്ക് ആർബിട്രറി ആയിട്ടുള്ള കോൺസ്റ്റൻസ് എയും ബിയും ഉണ്ട്. ഇറ്റ് ക്യാൻ അസ്യൂം എനി വാല്യൂ, ഏത് വാല്യൂ വേണമെങ്കിലും ഈ എക്സിനും എക്കും ബിക്കും എടുക്കാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഏത് വാല്യൂവും എടുക്കാൻ പറ്റുന്ന ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഉള്ള സൊല്യൂഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. ഇനി അതിന് തന്നെ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊടുത്താൽ, ഇപ്പൊ സപ്പോസ് y = 3 sin x പ്ലസ് 2 cos x, ഇതും എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? y" പ്ലസ് y = 0 സാറ്റിസ്ഫൈ ചെയ്യും. ഇതും ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ്. പക്ഷെ ഇവിടെ ആർബിട്രറി കോൺസ്റ്റന്റ് അല്ല, എന്താണ്? പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ജനറൽ കോൺസ്റ്റന്റ് അല്ല, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ ടൈപ്പ് സൊല്യൂഷനെ നമ്മൾ
പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. ഏത് വാല്യൂവും അസ്യൂം ചെയ്യാൻ പറ്റുന്ന ആർബിട്രറി കോൺസ്റ്റൻസ് കൂടെയുള്ള സൊല്യൂഷൻസിനെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. ആർബിട്രറി കോൺസ്റ്റൻസിന് വാല്യൂ കൊടുത്താൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയും. ഈ രണ്ട് സൊല്യൂഷനും ഓർത്ത് വെച്ചോളൂ, ജനറൽ സൊല്യൂഷനും പെർട്ടിക്കുലർ സൊല്യൂഷനും. ജനറൽ സൊല്യൂഷൻ ഒരെണ്ണേ ഉണ്ടാവുള്ളൂ, പെർട്ടിക്കുലർ സൊല്യൂഷൻ നിങ്ങൾ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ച് വേറെ വേറെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, കിട്ടിയോ? അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുക. ആ സൊല്യൂഷനിൽ ഏത് വാല്യൂ അസ്യൂം ചെയ്യാനും പറ്റുന്ന ആർബിട്രറി കോൺസ്റ്റൻസ് ആയിട്ടുള്ള എ ബി ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. ആ ആർബിട്രറി കോൺസ്റ്റൻസിന് വാല്യൂ ആണ് കൊടുക്കുന്നത്, നമ്പേഴ്സ് ആണ് കൊടുക്കുന്നത് എങ്കിൽ ആ സൊല്യൂഷനെ നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്നും പറയും. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, എഴുതി വെച്ചോളൂ നിങ്ങളുടെ. ഏത് വിലയും സ്വീകരിക്കാവുന്ന സ്ഥിരസംഖ്യകൾ ഉൾപ്പെടുന്ന പരിഹാരത്തെ അവകലജ സമവാക്യത്തിന്റെ പൊതുപരിഹാരം എന്ന് പറയുന്നു. ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. അവകലജ സമവാക്യത്തിന്റെ പൊതുപരിഹാരം അല്ലെങ്കിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയും. ഏത് വിലയും സ്വീകരിക്കാൻ കഴിയുന്ന സ്ഥിരസംഖ്യകൾ ഉൾപ്പെടാത്ത, അതായത് പൊതുപരിഹാരത്തിലെ പാരാമീറ്ററുകൾക്ക് പ്രത്യേക വിലകൾ നൽകി ലഭിക്കുന്ന പരിഹാരത്തെ പ്രത്യേക പരിഹാരം, പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്നും പറയുന്നു. നോട്ട് ചെയ്ത് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കാം. 4 y double dash plus y equal to 0, y equal to a cos x plus b sin x. a cos x ആണോ a sin x ആണോ നമ്മൾ എടുത്തത്? a sin x. തൊട്ട് താഴെ കിടക്കുന്നില്ല വീണ്ടും. a sin x plus b cos x is a general solution. Y equal to sin x plus 2 cos x is a particular solution. Particular solution. General solution, particular solution. General solution and particular solution. എഴുതിയോ? എഴുതിയിട്ടുണ്ട്. മതി, ഇത്രയും മതി തൽക്കാലം. നമുക്കൊന്ന് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിന്റെ ഫോർമേഷൻ ആണ് പഠിക്കാനുള്ളത്. നമുക്ക് രാത്രി പഠിക്കാം. ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അടുത്തതായിട്ട് പഠിക്കുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ രാത്രി 9 മണിക്ക് പറയാം. ഫോർമേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കഴിഞ്ഞാൽ പിന്നെ സൊല്യൂഷനിലേക്ക് വരാം നമുക്ക്. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, റൈറ്റ്. അപ്പൊ അത്രയും മതി. ബാക്കി നമുക്ക് രാത്രി പറയാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾസ് പഠിച്ചു, ഓർഡറും ഡിഗ്രിയും എന്താണെന്ന് പറഞ്ഞു, സൊല്യൂഷൻ 2 കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു, ജനറൽ സൊല്യൂഷനും പെർട്ടിക്കുലർ സൊല്യൂഷനും.
ഇനി നമുക്കതിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ സൊല്യൂഷൻ, ഫസ്റ്റ് ഓർഡറിൻ്റെ സൊല്യൂഷൻ, അതാണ് അടുത്ത് പഠിക്കേണ്ടത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു. രാത്രി കാണാം ബാക്കി. താങ്ക് യു, ബൈ ബൈ. എല്ലാ ദിവസവും രാവിലെ ക്ലാസ് ഉണ്ടാവില്ല കേട്ടോ. ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ തലേദിവസം നേരത്തെ ഇൻഫോം ചെയ്യാം. ഓക്കെ, എല്ലാ ദിവസവും രാത്രിയല്ല, എല്ലാ ദിവസവും രാവിലെ. രാവിലെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവില്ല, അത് ഞാൻ തലേദിവസം ഇൻഫോം ചെയ്യാം. രാത്രി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. റൈറ്റ്, ശരി, ബൈ ബൈ.